മനസ്സൊന്നാവട്ടെ. ഈ വീഡിയോയിലൂടെ ബി എഡ് വിദ്യാർത്ഥികൾക്ക് എൻ.എസ്.എസിൻ്റെ ഗ്രേസ് മാർക്കിൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ഇതിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബി എഡ് വിദ്യാർത്ഥികൾക്ക് എൻ.എസ്.എസിൽ ഗ്രേസ് മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മളൊരു സപ്തദിന ക്യാമ്പ് പങ്കെടുത്ത വളണ്ടിയേഴ്സ് ആണെങ്കിൽ 2%, PRT ക്യാമ്പൊക്കെ ആണെങ്കിൽ 4%. അതിനനുസരിച്ച് അത് മാർക്ക് അല്ലെങ്കിൽ അതിന് ശതമാനം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സപ്തദിന ക്യാമ്പ് പങ്കെടുത്ത കുട്ടിക്ക് 2% മാർക്ക് എങ്ങനെ നമുക്കത് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആമുഖം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമുക്ക് ബി എഡിന് 2% എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു സപ്തദിന ക്യാമ്പ് പങ്കെടുത്ത വിദ്യാർത്ഥിക്ക്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബി എഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 വർഷമാണ്. ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ ഉണ്ടാവും, ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം. അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷത്തിൽ തേർഡ് സെം ആൻഡ് ഫോർത്ത് സെം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഒന്നുകിൽ ഫസ്റ്റ് ഇയർ ക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ക്ലെയിം ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 സെമസ്റ്ററിലേക്കും അത് ക്ലെയിം ചെയ്യാം. അതായത് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ 2%, അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലും 2%. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 2 സെമസ്റ്ററിലും ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി അഥവാ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ തേർഡ് സെമ്മിന് 2% അല്ലെങ്കിൽ ഫോർത്ത് സെമ്മിന് 2%, അങ്ങനെ സെക്കൻഡ് ഇയറിലെ തേർഡും ഫോർത്തും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മും തേർഡ് സെമ്മും അങ്ങനെ പറ്റില്ല. ഒരു വർഷത്തിലെ 2 സെമസ്റ്ററാണ് പറ്റുക. ഓക്കെ, ഒന്നുകിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ തേർഡ് സെം ആൻഡ് ഫോർത്ത് സെം. ഏറ്റവും നല്ലത് ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം ആയിരിക്കും. കാരണം നമുക്കറിയാം തേർഡ് സെമ്മിൽ നമുക്ക് മാർക്ക് കുറവാണ്. കാരണം തേർഡ് സെമ്മിൻ്റെ നമുക്ക് 350 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുന്ന ഇത് കുറയും. കാരണം ഇത് ടോട്ടൽ മാർക്കിൻ്റെ 2% കിട്ടുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ 400ൻ്റെ 2%, അതായത് 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലും 400 മാർക്കാണ് മാക്സിമം മാർക്ക്. ആ മാക്സിമം മാർക്കിൻ്റെ 2%, 8 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 സെമസ്റ്ററുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 മാർക്ക് വീതം നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് 2 ഫോം ഫില്ല് ചെയ്യണം. എന്നൊക്കെയാണ് ഒന്ന് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഇതേപോലത്തെ ഒരു ഫോം, അതേപോലെ തന്നെ സെയിം സെക്കൻഡ് സെമസ്റ്ററിന് വേണ്ടിയിട്ടും നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അതായത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അടക്കം ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അതായത് ഫസ്റ്റ് സെം സെക്കൻഡ് സെം ആണെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾ ഇതിലൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളാണ്. അതായത് നമുക്ക് നെയിം ഓഫ് ദ കോളേജ്, നിങ്ങളുടെ കോളേജിൻ്റെ പേര്, പിന്നെ കാൻഡിഡേറ്റ് നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്, നെയിം ഓഫ് ദ പ്രോഗ്രാം, ഇവിടെ ബി എഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ അക്കാഡമിക് ആൻഡ് സെമസ്റ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നുകിൽ ഫസ്റ്റ് ഇയർ കൊടുക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുട്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ ആണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 2022-23 അതിൽ ഫസ്റ്റ് സെമസ്റ്റർ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 2 ഫോം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇതാണ്, അടുത്തത് എന്ത് വരും, 2022-23 സെക്കൻഡ് സെമസ്റ്റർ എന്ന് വരും. അപ്പോൾ 2 ഫോമായി. ഓക്കെ, ഏഴാമത്തെ ചോദിക്കുന്നത് നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓർഡർ. അതായത് നിങ്ങളുടെ കോളേജ് മെയിലിലേക്ക് ഒരു ഇമെയിൽ ID വന്നിട്ടുണ്ടാവും. അതായത് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റുമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് NSSൻ്റെ നേരെ എഴുതുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 8ാമത്തെ % ഓഫ് ഗ്രേസ് മാർക്ക് അവാർഡുകൾ, അത് നിങ്ങൾക്ക് NSS NCC ഇതൊക്കെ ഇടയാം. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് NSS മാത്രമാണ്. ഓക്കെ, അപ്പോൾ NSSന് 2%. ഓക്കെ, അപ്പോൾ 2%. 9ാമത്തത് മാക്സിമം മാർക്ക് ഇൻ ദ സെമസ്റ്റർ. നമുക്കറിയാം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ 400 ആണ്. അപ്പോൾ 400ൻ്റെ 2% നമുക്ക് കിട്ടുക. അപ്പോൾ അത് 8 മാർക്ക്. അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 400ൻ്റെ നിങ്ങളുടെ ടോട്ടൽ മാക്സിമം മാർക്ക് 400 ആണെങ്കിൽ 400ൻ്റെ 2%, അല്ലെങ്കിൽ എത്ര മാർക്കാണോ മാക്സിമം അതിൻ്റെ ടോട്ടൽ മാർക്ക്. ഓക്കെ, ആ സെമസ്റ്ററിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ എത്രയാണോ അതിൻ്റെ 2% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 8 മാർക്ക്. അപ്പോൾ ഈ ഒരു കുട്ടി ഇവിടെ നോക്കാം, ഈ കുട്ടി ഇപ്പോൾ 2 പേപ്പറിന് വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഒന്ന് സൈക്കോളജി, അതുപോലെ തന്നെ കണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് 8 മാർക്കാണ് അല്ലേ പറഞ്ഞു, 400ൻ്റെ 2% 8 മാർക്ക്. അപ്പോൾ ഈ കുട്ടി ചെയ്തിട്ടുള്ളത് 2 പേപ്പറിന് ആ 8 മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ മാർക്ക് സെക്യൂർഡ് എന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ്, അതായത് ഇൻറ്റേർണൽ മാർക്ക് അടക്കമുള്ള മാർക്കാണ് ഇവിടെ എഴുതേണ്ടത്.
ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കുട്ടി എന്ത് ചെയ്തു, 8 മാർക്കിനെ 2 പേപ്പറിൽ ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്ക് അതോ വേണ്ടെങ്കിൽ ഒരു പേപ്പറിന് വേണേൽ 8 മാർക്ക് ഡിവൈഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ ആ മാക്സിമം മാർക്കിനേക്കാൾ നമ്മളിത് കൂടാൻ വേണ്ടി പാടില്ലെന്നുള്ളൂ. ഓക്കെ. പിന്നെ അതുകൊണ്ട് ടോട്ടൽ ചെയ്തു. പിന്നെ ഇതൊക്കെ ടോട്ടൽ ചെയ്ത ശേഷം നിങ്ങളുടെ താഴെ ഇവിടെ സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് പേരൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ കൺസേൺഡ് സാറിന് അല്ലെങ്കിൽ നിങ്ങളുടെ PUക്ക് സമർപ്പിക്കുക. അത് അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് അത് പ്രിൻസിപ്പൾ അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.